ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ബനാന ആൻഡ് ദിസ് ഓട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ. സോ നെക്സ്റ്റ് നമ്മൾ ഓട്സ് സോക്ക് ചെയ്ത് വെക്കണം ഒരു 15 മിനിറ്റ്. പിന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബനാനാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഓട്സ് ഇപ്പം 15 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് എടുക്കും കേട്ടോ. ഇതെടുത്ത് ഈ ജാറിലേക്ക് ഇടുന്നു. This is my first try. I don't know how it become. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ദ തിങ് പീനട്ട് ബട്ടർ. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, പീനട്ട് ബട്ടർ. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് പീനട്ട് ബട്ടർ, 1 and 2 white. 1.5 അങ്ങനെ ഹാഫ് ഞാൻ ആഡ് ചെയ്തേക്കണേ. പിന്നെ ഓൾറെഡി മധുരമുണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി മധുരത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആഡിങ് ദിസ് dates to it. After that നിങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പ് എന്താ ഷുഗേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകും. സോ അടുത്തതായിട്ട് നമ്മൾ മിൽക്ക് എടുക്കാൻ പോവാണ്. ആ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഗ്ലാസ് പറ്റുമായിരിക്കും. പക്ഷേ 1 ഗ്ലാസ് എടുക്കാൻ നോക്കട്ടെ. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചു, സ്റ്റിൽ ഗുഡാണ്. ഹാഫ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സോ ഐ എം ആഡിങ് സം കൊക്കോ പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ. ഇത് ഓപ്ഷനിലാണ് കൊക്കോ പൗഡർ ഞാൻ കുറച്ചിടാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കണം കേട്ടോ. കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ്, കുറച്ച് കൊക്കോ പൗഡർ. പൗഡർ ഇസ് ഫോർ ടേസ്റ്റ്. അതെ, അപ്പം നമ്മൾ ഒത്തിരി വേണ്ട, അപ്പം ഒത്തിരി ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരു 1 ടേബിൾ സ്പൂൺ ഞാൻ ഓൾറെഡി എടുത്തിട്ടു കേട്ടോ. അതിൻ്റെ കുറച്ചുകൂടി ഉണ്ട്, ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്തതാണ്. ഞാൻ ഓൾറെഡി ഇട്ട് ഒരു കുറച്ചിടും. ഓക്കെ, 1 ടീസ്പൂണാണ് ഇടേണ്ടത്. സോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് മാത്രം ഉപ്പ്, കുറച്ചുപ്പ്. ഓക്കെ, ജസ്റ്റ് മച്ച് ആഡ് ചെയ്യാൻ പോകണം. ഉപ്പ് വെച്ച് ഭയങ്കര കുറച്ച്. സോ ഇനി നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. സോ ഇവിടെയായിരുന്നു പാളിച്ചതിൻ്റെ തുടക്കം. ഇത് തുറക്കുന്ന സമയത്ത് എനിക്കൊരു സൈൻ തന്നതാണ്. ജാറ് പൊട്ടിത്തെറിച്ച് എൻ്റെ മേത്തേക്ക് വീണ്, എൻ്റെ മേത്ത് ഫുള്ള് ഇത് ആയായിരുന്നു. അപ്പോഴത്തേനും എനിക്ക് സൈൻ തന്നതാണ്, വേണ്ട മോളെ വേണ്ട. പക്ഷെ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ തന്നെ പോയതാണ്. അവസാനം ബാറ്റർ ഉണ്ടാക്കി ഇതേ ചോക്ലേറ്റൊക്കെ ഇട്ട് ഭയങ്കര സെറ്റാക്കി വെച്ചു കേട്ടോ. വെച്ചേക്കുന്ന പാത്രം കണ്ടു. ഈ പാത്രത്തിലാക്കിയിട്ട് എന്തോ ഭാഗ്യത്തിനാണെന്ന് ഗ്യാസ് പൊട്ടിത്തെറിയാതിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേനും പാത്രം പൊട്ടാനായിട്ടിരിക്കുന്നു. ഹലോ ഗൈസ്, ബേക്ക് ചെയ്ത് അടിപൊളി സാധനം കൊണ്ടുവരാനിരുന്ന ഞാനിപ്പോൾ ഫുള്ള് പാളിയിരിക്കുകയാണ്. ഫുള്ളുണ്ടാക്കിയ സാധനം മുഴുവൻ കുളമായി. അതായത് ഉണ്ടാക്കിയത് യൂട്യൂബിൽ പറഞ്ഞാലും ഉണ്ടാക്കിയത്, പക്ഷെ അവർക്ക് മൈക്രോവേവ് ഉണ്ടാക്കുന്നത്, നമുക്ക് മൈക്രോവേവ് ഇല്ലല്ലോ. അപ്പോൾ അല്ലാതെ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കരിയുമല്ല ചെയ്തത്, വെന്തില്ല, സാധനം വെന്തില്ല. ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. എല്ലാം നല്ല കുളമായി, എന്തോ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ബേക്കിംഗ് ആക്കിയത് എൻ്റെ ഈശോയെ. സോ അങ്ങനെ ഒറ്റയടക്കിന് തൊട്ടിയെടുക്കുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി. അത്രയും മാവ് നമുക്ക് ചുമ്മാ കളയാൻ പറ്റത്തില്ലല്ലോ. സോ ഫെയിലിയേഴ്സിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ബേക്കിംഗ് കുളമായെങ്കിലും സാരമില്ല, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യാതിരിക്കാം, കറക്റ്റായിട്ട് ചെയ്യാം. ഗ്രേയിലും എല്ലാം ഒന്ന് ഫെയിലായെങ്കിലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദൈവത്തെ ഓർത്ത് ഒരു ഇത് ട്രൈ ചെയ്യരുത്. മൈക്രോവേവ് കൊണ്ട് ട്രൈ ചെയ്തു. പിന്നെ
ഏത്തപ്പഴം യൂസ് ചെയ്യരുത്. ഞാൻ യൂസ് ചെയ്ത് ഏത്തപ്പഴമായിരുന്നു. യു ഹാവ് ടു യൂസ് റോബസ്റ്റ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ഗൈസ്.